ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബിംസ്റ്റെക് ഉച്ചകോടിക്കായി തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വഖഫ് ഭേദഗതി ബിൽ 2025 അല്പസമയത്തിനകം രാജ്യസഭയിൽ അവതരിപ്പിക്കും. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ആശാപ്രവർത്തകരുടെ സംഘടനകളുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. തായ്ലൻഡ് ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. ബാങ്കോക്കിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം പ്രധാനമന്ത്രിയെ ആവേശകരമായാണ് വരവേറ്റത്. നാളെ നടക്കുന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ബിംസ്റ്റെക് നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ബിംസ്റ്റെക് കൂട്ടായ്മയിലുള്ളത്. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ വികസനവും സാമ്പത്തിക പുരോഗതിയും പ്രോത്സാഹിപ്പിക്കുന്ന സുപ്രധാന കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. ബിംസ്റ്റെക് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഉച്ചകോടി വഴിയൊരുക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. തായ്ലൻഡ് സന്ദർശനം പൂർത്തിയാക്കി നാളെ ശ്രീലങ്കയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകക്രമത്തിലെ അനിശ്ചിതത്വം മനസ്സിലാക്കി ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ മാറുന്ന കാഴ്ചപ്പാടോടെ കൂട്ടായ്മയെ സമീപിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തായ്ലൻഡിൽ 20ാമത് ബിംസ്റ്റെക് മന്ത്രിസഭായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സംരക്ഷണം, വാണിജ്യം തുടങ്ങിയ മേഖലകളിൽ അംഗരാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം തുടങ്ങിയവയിൽ വലിയ പങ്ക് വഹിക്കാൻ ബിംസ്റ്റെക്കിന് സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച മ്യാൻമാറിനും തായ്ലൻഡിനും പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. വഖഫ് ഭേദഗതി ബിൽ 2025 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ബിൽ സഭയുടെ പരിഗണനയ്ക്ക് എത്തുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ പറഞ്ഞു. Admitted the notices received from the Ministry of Minority Affairs for consideration and passing of the bills in Rajya Sabha today by waiving off the requirement of 2 days notice period under Rule 133 of Rules of Procedure and Conduct of Business in the Council of States, Rajya Sabha. Accordingly, a supplementary list of business has been issued for today for taking up these bills for consideration and passing. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് ലോക്സഭ ബിൽ പാസാക്കിയത്. 288 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചും 232 പേർ എതിർത്തും വോട്ട് ചെയ്തു. TDP, JDU, LJP, RLD ഉൾപ്പെടെയുള്ള NDA ഘടകകക്ഷികൾ ബില്ലിനെ പിന്തുണച്ചു. കോൺഗ്രസ്, CPIM, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെതിരെ ശക്തമായി രംഗത്തുവന്നു. വഖഫ് സ്വത്തുവകകളുടെ കാര്യക്ഷമമായ നടത്തിപ്പ് ലക്ഷ്യമിടുന്ന ബിൽ സാമൂഹിക ക്ഷേമവും പൈതൃക മേഖലകളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വഖഫ് ബോർഡുകളുടെ നടത്തിപ്പിൽ സുതാര്യത ഉറപ്പാക്കുന്ന ബിൽ മുസ്ലിം വിഭാഗത്തിന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലെന്നും ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ബിൽ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രതിപക്ഷ പ്രചാരണം ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് പ്രവർത്തനങ്ങളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് ഇടപെടാൻ ബിൽ മാർഗമൊരുക്കുമെന്ന ആശങ്ക തെറ്റിദ്ധാരണ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ലോക്സഭ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ DMK സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കറുപ്പ് ബാഡ്ജുകൾ ധരിച്ചാണ് DMK അംഗങ്ങൾ ഇന്ന് നിയമസഭയിലെത്തിയത്. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് കഴിഞ്ഞ മാസം 27-ന് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ബില്ലിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ച് ലോക്സഭ. വഖഫ് ബിൽ പാസാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. മണിപ്പൂരിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. सरकार शांति प्रस्तापित करने के सभी उच्चतम प्रयास कर रही है. राष्ट्रपति शासन आने के बाद दोनों समुदायों से चर्चा भी हुई. 2 मीटिंग दोनों समुदायों के सारी संस्थाओं से अलग अलग हुई है. पहली चिंता शांति प्रस्तापित करने की है. 4 महीने से एक भी मौत नहीं हुई है. MPമാരായ ശശി തരൂർ, കനിമൊഴി, സുപ്രിയ സുലെ തുടങ്ങിയവർ പ്രമേയത്തിന്മേലുള്ള ഹ്രസ്വ ചർച്ചയിൽ പങ്കെടുത്തു. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി.
ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് വൈകുന്നേരം നിർവഹിക്കും. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷവും നയങ്ങളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2ാം പതിപ്പിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള 3000-ത്തിലധികം സ്റ്റാർട്ടപ്പുകളാണ് 3 ദിവസം നീളുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള 16 സ്റ്റാർട്ടപ്പുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയ്ക്ക് മേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 26% പകര തീരുവയുടെ പ്രത്യാഘാതം പരിശോധിച്ച് വരികയാണെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി. ഇതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയന് 20%, ബ്രിട്ടന് 10%, ജപ്പാന് 24% പകര തീരുവയാണ് അമേരിക്ക ചുമത്തുന്നത്. ചൈനയ്ക്ക് 34%, ബംഗ്ലാദേശിന് 37%, പാകിസ്ഥാന് 29%, ശ്രീലങ്കയ്ക്ക് 44%, ഇസ്രയേലിന് 17%മാണ് തീരുവ. ആശാപ്രവർത്തകരുടെ വിവിധ സംഘടനകളുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത്. ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തുന്ന ചർച്ചയിൽ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പങ്കെടുക്കും. പകൽ 3-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് യോഗം. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ മുൻപ് നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ആരംഭിച്ചു. ഈ മാസം 26 വരെ 2 ഘട്ടമായാണ് SSLC മൂല്യനിർണ്ണയം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ന് ആരംഭിച്ച സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന്റെ ആദ്യഘട്ടം ഈ മാസം 11-ന് അവസാനിക്കും. 2ാം ഘട്ടം ഈ മാസം 21-ന് തുടങ്ങി 26-നാകും അവസാനിക്കുക. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി 89 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നിർബന്ധമാണ്. 8ാം ക്ലാസ് പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. പശ്ചിമ ബംഗാളിൽ 25,000-ത്തിലധികം അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും നിയമനം അസാധുവാക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധി ശരിവച്ച് സുപ്രീംകോടതി. നിയമന പ്രക്രിയയിൽ ക്രമക്കേടുണ്ടായതിനാൽ അതിന്റെ വിശ്വാസ്യതയും നിയമസാധുതയും നഷ്ടപ്പെട്ടതായി സുപ്രീംകോടതി പറഞ്ഞു. പുനർനിയമന പ്രക്രിയ അടുത്ത 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ആദ്യപാദ സെമിഫൈനലിൽ ഇന്നലെ FC ഗോവയെ എതിരില്ലാത്ത 2 ഗോളിന് ബംഗളൂരു FC പരാജയപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 8 വിക്കറ്റിന് വിജയിച്ചു. ബംഗളൂരു ഉയർത്തിയ 169 റൺ വിജയലക്ഷ്യം ഗുജറാത്ത് 18ാം ഓവറിൽ മറികടന്നു. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 324 പോയിന്റ് നഷ്ടത്തിൽ 76,293-ലും നിഫ്റ്റി 76 പോയിന്റ് നഷ്ടത്തിൽ 23,256-ലും വ്യാപാരം തുടരുന്നു. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന്റെ പ്രതിഫലനം വിപണികളിൽ ദൃശ്യമാകുന്നതായാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. മ്യാൻമർ ഭൂകമ്പത്തിൽ മരണസംഖ്യ 3000 കടന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 4,500ഓളം പേർക്കാണ് പരിക്കേറ്റത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൌകര്യമൊരുക്കാൻ സൈനിക ഭരണകൂടം ഈ മാസം 22 വരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സൈനിക ഭരണകൂടവും സായുധ ഗ്രൂപ്പുകളും തമ്മിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിനിടെ അപ്രതീക്ഷിതമായാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ഗാസയിൽ സൈനിക നടപടികൾ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുന്നതുവരെ മേഖലയിൽ ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ഉച്ചകോടിക്കായി തായ്ലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വഖഫ് ഭേദഗതി ബിൽ 2025 അല്പസമയത്തിനകം രാജ്യസഭയിൽ അവതരിപ്പിക്കും. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025-ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ആശാപ്രവർത്തകരുടെ സംഘടനകളുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2ാം സെമിയിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.